1991 ഒട്ടിച്ചു ചേർത്ത് വെച്ച പാളി. 2018 ചെമ്പായി. പോട്ടെ, വലിയൊരു കൂട്ടം ചതിച്ചു, ചെമ്പാക്കി. ആ സാധനം കൊണ്ടുപോയി 396 ഗ്രാം സ്വർണം കൊണ്ട് അത് പൂശി തിരിച്ചു കൊണ്ടുവച്ചല്ലോ നിയമരഹിതമായി. ഇത് 2019. അത് വീണ്ടും 2024 വീണ്ടും ചെമ്പായിട്ട് ഉണ്ണികൃഷ്ണൻ പോയി ഏൽപ്പിക്കാൻ ഓർഡർ ഇട്ടു. നിലവിലുള്ള ബോർഡ് ആ ഓർഡർ സാർ കേട്ടില്ലേ? ഇതൊരു മോഷണ കേസ് മാത്രമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുന്ന് സ്വർണം മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചത് ഒരു സ്വർണ്ണക്കടയിൽ കൊടുത്തു. അവിടുന്ന് തൊണ്ടി മുതൽ കിട്ടി. അപ്പോൾ സാധാരണഗതിയിലെ പോലീസ് ആക്ട് അനുസരിച്ച് കള്ളനെ പിടിച്ചു, തൊണ്ടി മുതലും കിട്ടി. അപ്പോൾ മോഷണ കേസ് തീർന്നല്ലോ. പക്ഷേ ഇവിടെ മോഷണ കേസല്ല, ഇവിടെ വന്നിരിക്കുന്നത് ഗൂഢാലോചനയാണ്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമം അതല്ല. അതിൻ്റെ ആഴവും പരപ്പും കാഠിന്യവും അറിയാത്ത ആളുകളാണ് ഈ പറയുന്ന. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് ശരിയായി പോകുന്നുവെങ്കിൽ ലോസ്, ഈ അയ്യപ്പനുണ്ടായ ലോസ് ബന്ധപ്പെട്ടവരെന്ന് ഈടാക്കുകയും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യപ്പെടും. അത് വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ കൊടുത്ത പ്രസാദം കരിപ്രസാദം കെമിക്കലായിരുന്നു. അപ്പോൾ ആ ദേവസ്വത്തിന് കമ്മീഷൻ വേണ്ട ഒരാളുണ്ടല്ലോ. ആ കമ്മീഷൻ വേണ്ട ഒരു ഓഫീസർ അവിടെ ഇല്ലേ? സാർ ഇവിടെ ഇരുന്ന ആളല്ലേ? ശരിക്കും ഈ ക്രിമിനൽ കുറ്റത്തിൻ്റെ ഒന്നാമത്തെ പ്രതി ആ കമ്മീഷണറല്ലേ? ദേവസ്വം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ്. അവർക്ക് ചില ഓബ്ലിഗേറ്ററി ഡ്യൂട്ടി ഈ ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 7 വർഷക്കാലമായി പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ പോലും ദേവസ്വം കമ്മീഷണർമാർ നടത്താറില്ല. അത് സെക്രട്ടേറിയറ്റിലെ ഒരു അപ്പോയിൻമെൻറ്റ് വന്നു. അവർക്കൊരു ബോധവുമില്ല ഈ സ്ഥാപനം എന്തുവാന്ന് പോലും നിലവിലിരിക്കുന്ന കമ്മീഷണർക്ക് ഒരു ചുക്കും അറിയില്ല. ഈ നേരത്തെ പോയവർക്കും അറിയത്തില്ല. ഇതിലെ അന്ധൻ ആനയെ കണ്ടതുപോലെ വരിക, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, അത് കുറേ കേസുകളിലെത്തുക, ഇങ്ങനെ പോയി. യഥാർത്ഥത്തിൽ ഈ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷണർ ഈ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ആക്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളൂ. ബോർഡ് ഒരു തെറ്റായ തീരുമാനമെടുത്താൽ ഇത് തെറ്റായ തീരുമാനമാണെന്നും ബോർഡ് പുനഃപരിശോധിക്കണമെന്നും ഇത് അടിയന്തിരത്തിൽ ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെടാനുള്ള അർഹതയും അധികാരവുമുള്ള ഉദ്യോഗസ്ഥനാണ് ദേവസ്വം കമ്മീഷണർ. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ബോർഡിൻ്റെ ഒരു കാര്യം തെറ്റാണെന്നും അവർക്ക് അതിൻ്റെ കൂടി അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനമല്ലാതെ എന്തെങ്കിലും ഈ ദേവസ്വം കമ്മീഷൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇമാതിരിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ സ്ഥാപനത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദീപസ്തംഭം മഹാചര്യം. 2-2.5 ലക്ഷം രൂപ ശമ്പളം ദേവസ്വം വണ്ടിയിൽ നിന്ന് പറ്റുകയാണോ? അല്ല, ദീപസ്തംഭം മഹാചര്യം. നമുക്കും കിട്ടണം പണം. അതാണ് അവരുടെ മെൻറ്റാലിറ്റി, ബേസിക് മെൻറ്റാലിറ്റി. ഞാൻ ചോദിച്ച ചോദ്യം, ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അടുത്ത ഏതോ ഒരു വീട്ടിൽ മദ്യക്കുപ്പിയും മറ്റും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ അവിടുത്തെ പ്രസാദം കണ്ടെടുത്തു. അതൊരു സത്യമാണ്. അതിന് ഉത്തരവാദി ആ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാരാണ്? അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, തൊട്ടടുത്ത അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ, പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, ഇവരെല്ലാം തുല്യ ഉത്തരവാദിത്വമുള്ളവരാണ്. അല്ല, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസി, ഒരു ഗസറ്റ് തസി അവിടെയുണ്ട്. അതൊരു സ്ത്രീയാണ്. അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ സാറ് വായിച്ചിട്ടുണ്ടോ? ഇമാതിരി ക്ഷേത്ര സങ്കേതത്തിൽ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ തയ്യാറാക്കേണ്ട ക്ഷേത്ര ആചാരമനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര മര്യാദ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പുറംമതിലാണ്. അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതാണ് ഈ പ്രസാദ നിർമ്മാണം. അത് വെളിയിൽ കൊണ്ടുപോയതും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായതിനും ആദ്യ ഉത്തരവാദി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു നോട്ടീസ് കൊടുക്കാൻ ഈ ബോർഡ് തയ്യാറായ ദേവസ്വം കമ്മീഷണർ അങ്ങനെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഇമാതിരി സമീപനങ്ങളാണ് ഈ സ്ഥാപനത്തെ തകർത്തോണ്ടിരിക്കുന്നത്. അല്ല, വേറെ ഒരു സാർ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തതായിട്ട് കണ്ടോ ആ സംഭവത്തിൻ്റെ പേരിൽ? ഇല്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇത് രാഷ്ട്രീയ സ്വാധീനമാണ്. ഇതൊക്കെ തന്നെ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ യൂണിയനുകളുണ്ട്.
അതിപ്രസരമുണ്ട്. ഏതൊരു പ്രസ്ഥാനമായാലും ഈ സ്ഥാപനത്തിൻ്റെ ഭരണത്തിൽ രാഷ്ട്രീയമോ രാഷ്ട്രീയ പക്ഷപാതമുള്ള യൂണിയനോ ഇടപെട്ടാൽ ആ സ്ഥാപനം നശിച്ചേ പോകും. ഒറ്റ ഉദാഹരണമാണ് കെ എസ് ആർ ടി സി നമ്മുടെയൊക്കെ എൻ്റെയും സാറിൻ്റെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ അധ്യാപകർ ക്ലാസ് തുടങ്ങുന്ന ഒരു പ്രൊമോഷൻ കിട്ടി 8ാം ക്ലാസ്സിൽ ചെല്ലുമ്പം എല്ലാവരെയും ആരാവാൻ ആഗ്രഹം, കണ്ടക്ടർ ആവാൻ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴോ ഏതെങ്കിലും ഒരു കുട്ടി അത് പറയുമോ? എന്തുകൊണ്ട് ആ സ്ഥാപനം അങ്ങനെയായി? ആ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ട്രേഡ് യൂണിയനുകൾ അതിപ്രസരമുണ്ടാവുകയും അനാവശ്യമായി ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തത് മുതലാണ് ആ സ്ഥാപനം ഈ അവസ്ഥയിൽ പറ്റി. അല്ല, ഇങ്ങനെ പോയാലേ നമ്മൾ നമ്മുടെ ട്രേഡ് യൂണിയൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കോൺട്രിബ്യൂഷൻ ലോകത്തെങ്ങുമില്ല, നോക്കുകൂലി, ജോലി ചെയ്യാതെ. അങ്ങനെ ആകുമ്പം തിരുമേനിമാരൊക്കെ വിഗ്രഹത്തിലേക്ക് നോക്കിയിട്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകാം. അതാണ് ഇപ്പം സാറിന് വേറൊരു കാര്യം അറിയാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു 4000-ഓളം ജീവനക്കാർ ക്ഷേത്ര ജീവനക്കാരാണ്. ഈ ക്ഷേത്ര ജീവനക്കാരിൽ ഒരു 20-30% ആളുകൾ 10,000-60,000 രൂപ ശമ്പളം മേടിച്ചിട്ട് ഈ ലോക്കൽ ആ പ്രദേശത്തുള്ള ആരെങ്കിലും ഒരാളെ കൊണ്ട് ഒരു 10,000-15,000 രൂപ കൊടുത്ത് ജോലി ചെയ്തിട്ട് പോകുന്നവരാണ്. ഇത് ഞാൻ പറയുന്ന അതിശയോക്തിയല്ല. ഇത് പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ബോർഡ് പ്രസിഡൻറ്റ്. ഈ ബോർഡ് പ്രസിഡൻറ്റ് ഇൻസ്പെക്ടിംഗ് അതോറിറ്റിയാണ്. ബോർഡ് പ്രസിഡൻറ്റ് അങ്ങനെയും ക്ഷേത്രം പരിശോധിക്കാൻ അവകാശമുണ്ട്. ദേവസ്വം കമ്മീഷൻ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് നിർബന്ധമാണ്. ഒരു മാസം ഇത്ര ദിവസം മിനിമം ദേവസ്വം കമ്മീഷൻ ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കണം. ഒരെണ്ണം വിസിറ്റ് ചെയ്ത് ഈ കമ്മീഷണർ കസേരയിൽ ഇന്ന് 2-2.5 ലക്ഷം രൂപ ഈ പാവപ്പെട്ട ധർമ്മസ്ഥാപനത്തിനെ പറ്റിക്കൊണ്ടു പോകുന്ന ആൾ ഒബ്ലിഗേറ്റ് അയാൾക്കുള്ള ഔദ്യോഗിക കടമ നിർവഹിക്കുന്നത് സാറിനൊന്ന് കാണിച്ചു തരാമോ? ഒരു 20% തൊഴിൽ ജീവനക്കാരും പകരം വ്യവസ്ഥയിൽ ആളിനെ വെച്ചിട്ട് അവരവരുടെ വഴിക്ക് പോവുകയാണ്. എങ്ങനെ ഈ സ്ഥാപനം നന്നാവും? ഒരിക്കലും നന്നാവത്തില്ല. ഇപ്പം അങ്ങനെ സൂചിപ്പിച്ചത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നടന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. കൊള്ള ഈ കെമിക്കലാണ് കൊടുത്തത്. എന്നിട്ട് അവിടെ ഏതോ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നു. ആ സ്ത്രീക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർബലനായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണല്ലോ ഇപ്പം ഇരിക്കുന്ന ആള്. അദ്ദേഹം എത്ര മഹാനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചാലും മഹത്വമൊന്നും കിട്ടുന്നില്ലല്ലോ. അത് മറ്റൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരു ഭക്തനെടുത്ത് അയച്ചു തന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. അതായത് പട്ടാഴി ദേവീക്ഷേത്രത്തിൽ ചാക്കിനകത്ത് കെട്ടി ഒരു പ്രദേശത്ത് മുഴുവൻ ഈ അവിടെ വന്ന ഓട്ടുപാത്രം നിരത്തി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ 3 ജീവികളെ, ഒരു പ്രസിഡൻറ്റും 2 ആത്മാക്കൾ മെമ്പർമാരുമുണ്ട്, ഇവരെ എന്തിനാണ് നമ്മൾ ഈ ഭക്തന്മാർ തീറ്റിപ്പോറ്റുന്നത്? അതിനുള്ളൊരു പരിഹാരം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ കാണിക്ക ഇടരുത്, ഇട്ടാൽ മോട്ടിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു ചിന്ത ഭക്തന്മാരിൽ വന്നാൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവത്തില്ലേ? ആവും. അല്ല, ആ ബോധമൊന്നും ഇവർക്കില്ലല്ലോ. ഇവരിപ്പം 10,000 നെല്ലുണ്ട്, ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഞാനുണ്ണും. അല്ലാതെ ഇവർക്ക് ഞാൻ ചോദിക്കുന്നത് മുൻപ് എന്ന് വെച്ചാൽ ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, അല്ല ഞാൻ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട്. എല്ലാ മാസവും മാസാവസാനം എൻ്റെ ടൂർ ജേർണൽ കമ്മീഷൻ ഓഫീസിൽ എത്തിയില്ലെങ്കിൽ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ ഒരു മെമ്മോ വരും, വൈ ദിസ് ഡിലേ. അതുപോലെ തന്നെ മാസം 1-ാം തീയതി കഴിഞ്ഞാൽ 5 ദിവസത്തിനകം എൻ്റെ അഡ്വാൻസ് ടൂർ പ്രോഗ്രാം ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ എത്തിയില്ലെങ്കിൽ എനിക്ക് നോട്ടീസ് വരും. ഞാൻ തലേ മാസം അവസാന ദിവസം ഒരു പ്രോഗ്രാം അയക്കണം കമ്മീഷർക്ക്. ഞാൻ അടുത്ത മാസം ഇന്ന അമ്പലങ്ങളിൽ കാണിക്ക പൊട്ടിക്കാൻ പോകുന്നുണ്ട്, ഇന്ന അമ്പലങ്ങൾ പരിശോധിക്കാൻ പോകുന്നുണ്ട്, ഞാൻ എത്ര ദിവസം ഓഫീസിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, 30 ദിവസം പ്രോഗ്രാം ഫിക്സ് ചെയ്ത് അഡ്വാൻസ് ടൂർ പ്രോഗ്രാം ദേവസ്വം കമ്മീഷൻ ഓഫീസിലേക്കും ബോർഡ് സെക്രട്ടറിക്ക് അയക്കണം. അയച്ചിട്ട് ആ മാസം അവസാനം ഇതെല്ലാം ഫുൾഫിൽ ചെയ്ത് അതിനാണ് ടൂർ ജേർണൽ, ഇത് ഞാൻ അയക്കണം. ഇപ്പോൾ കേട്ടുകേൾവി പോലും ഇല്ല. അവർ എന്ത് ചെയ്യുന്നു ആർക്കും അറിഞ്ഞൂടാ. അതാ ഞാൻ പറഞ്ഞ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് തയ്യാറാക്കേണ്ട പ്രസാദങ്ങളും മറ്റും ക്ഷേത്രത്തിന് വെളിയിൽ കൊണ്ടുപോയി ബംഗാളികളെ കൊണ്ട് തയ്യാറാക്കി കൊടുത്തു എന്ന ആക്ഷേപം വന്നപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങാണ്. വാസ്തവത്തിൽ ഇവനെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഈ ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഹിന്ദുക്കൾ കേസ് കൊടുത്ത് പ്രോസിക്യൂട്ട് ചെയ്ത് വിടേണ്ടതാണ്, ഓബ്ലിഗേറ്ററി ഡ്യൂട്ടി നിർവഹിക്കാത്തതുകൊണ്ട്. അതിന് തയ്യാറായി ക്ഷേത്ര ഇവിടെ ഒരുപാട് സംരക്ഷണ സമിതിയും ഇവരെന്താ ചെയ്യുന്നത്? ദേവസ്വം ബോർഡിൻ്റെ
കൺട്രോളിലുള്ള ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ഈ വിഗ്രഹങ്ങളുടെ ഒരു സ്ഥാപനമാണ്. വിഗ്രഹങ്ങളുടെ മൈനറാണ്. അതിൻ്റെ ഗാർഡിയൻഷിപ്പ്, രക്ഷാകർതൃത്വം കോടതിക്കാണ്. ഇവന്മാർ ഈ തോന്നിവാസം ചെയ്താൽ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് കോടതിയെ സമീപിക്കാം. ഇവനെയൊക്കെ പിരിച്ചുവിടാൻ ഇവരോടും. അവൻ്റെയൊക്കെ ഇവൻ ഈ മേടിച്ച് തിന്നുന്ന 2.5 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണ്ടേ സാർ? ഇപ്പം പഴയതുപോലെ അല്ല. 4 കെട്ടി ചോറും 4 അണയും അല്ല ശമ്പളം. 1-ാം തരം ശമ്പളമാണ്. പെൻഷനും 30 കൊല്ലം ജോലി ചെയ്യുന്നതിന് 30 കൊല്ലം പെൻഷൻ കൊടുക്കുക. ആ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെങ്കിൽ ഈ ക്ഷേത്രവിശ്വാസികൾ അത് നിർവഹിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ പിടിച്ചു വെച്ചാൽ ജോലി ചെയ്യിപ്പിക്കണം. അല്ല, ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് അങ്ങയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ പോക്കിൽ വലിയ ആശങ്കയുണ്ട്. കാരണം KSRTC പോലെ ഇത് കൂട്ടിയിടേണ്ട ഒരു ഗതികളിലേക്ക് വന്നാൽ ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ദൈവത്തിനെ ആക്കണ്ട പോലെ. അപ്പം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രം ഇല്ലെങ്കിൽ വേറെ ക്ഷേത്രം അവർ പോകുന്നത് ഒരു ഡയറ്റിയെ പിന്നെ ആരാധിക്കാൻ, ഇപ്പോൾ ശിവനെ അല്ലെങ്കിൽ കൃഷ്ണനെ അല്ലെങ്കിൽ ഗണപതിയെ, അതിനൊക്കെ പറ്റിയ ക്ഷേത്രങ്ങൾ നന്നായിട്ട് നടക്കുന്ന സ്വകാര്യ ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലത്ത് കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രമുണ്ട്. അതൊരു പിന്നെ ട്രസ്റ്റിൻ്റെയാണ്. ഞാൻ സ്ഥിരമായി അവിടെ പോകുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പൂജാരിമാർ, അതിൻ്റെ നടത്തിപ്പുകാർ എത്ര വിനയത്തോടാണ് പെരുമാറുന്നത്, എത്ര പെർഫെക്റ്റായിട്ടാണ് അവിടെ കാര്യം നടക്കുന്നത്. അതേസമയം പലപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അരാജകത്വമാണ് അവിടെ കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നു. അപ്പോൾ അവിടെ നിന്നൊരു പിന്നെ മൃത്യുഞ്ജയ ഹോമം നടത്തി. അതിൻ്റെ പ്രസാദം എല്ലാം കൂടെ തന്നപ്പോൾ ഞാൻ ആ തിരുമേനി ചെറുപ്പക്കാരനാണ്. ഞാൻ ചോദിച്ചു, തിരുമേനി ഇത് ഞാൻ നെറ്റിക്ക് തൊട്ടാൽ ആശുപത്രി പോകുമോ, പൊള്ളി പോകുമോ തൊലിയെന്ന് ചോദിച്ചു. ചിരിച്ചുകൊണ്ടായി ചോദിച്ചത്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇതെൻ്റെ ചോറാണ്, ഭഗവാന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, സാർ ധൈര്യമായിട്ട് തൊട്ടാട്ടെ, എൻ്റെ നെറ്റി തൊട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ ആ ഗണപതി ഹോമത്തിൻ്റെ ഇതെടുക്കുന്നത് എൻ്റെ കരിച്ചൊക്കെ എടുക്കുന്ന എൻ്റെ പ്രോസസ്സ് എണ്ണയിൽ മുക്കി. എന്നിട്ട് പറഞ്ഞു രാവിലെ മണി അടിച്ചിട്ട് ഞാൻ അവിടെ കയറുമ്പോൾ തൊട്ട് ഭഗവാനാണ് എൻ്റെ മനസ്സിൽ. എന്നിട്ട് പുള്ളി പറഞ്ഞു, അങ്ങനെ അല്ലാത്ത ആളുകൾ, നിരീശ്വരവാദികൾ, ക്ഷേത്രവിശ്വാസം ഇല്ലാത്തവന്മാർ, അങ്ങനെ കുറേ അധമന്മാർ ദേവസ്വം ബോർഡിൽ കടന്നു കൂടിയിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. ഇത്തരം ആളുകൾക്ക് മറ്റു ജോലി നോക്കി പോകരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ദേവസ്വം മന്ത്രിക്ക് ഈശ്വരനിൽ വിശ്വാസമില്ലെങ്കിൽ എന്തിനെ പോയി അവിടെ പിന്നെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു? അദ്ദേഹത്തിന് താഴെ ഇരുന്നാൽ പോരെ? വേറെ ഒരു ദേവസ്വം മന്ത്രി അവിടെ പോയിട്ട് അയാളുടെ കയ്യിലോട്ട് തീർത്ത് ഒഴിച്ചു കൊടുത്തപ്പോൾ അയാളത് താഴെ കളഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ മനുഷ്യരെന്തിന് ഈ സോപാനത്തിൽ പോയി നിൽക്കുന്നു? അവർക്ക് പാർട്ടി ഓഫീസിലിരുന്നാൽ മതി, അല്ലെങ്കിൽ താഴെ ഓഫീസുണ്ടല്ലോ. ഇപ്പോൾ അവിടെ താഴെ ഓഫീസിലിരിക്കാൻ സ്ഥലമില്ലേ? എന്തിന് ദേവസ്വം മന്ത്രി ആ ഡയറ്റിയെ റെസ്പെക്റ്റ് ചെയ്യാത്തവൻ മന്ത്രിയെ കാണേണ്ട കാര്യമില്ല. അതെ നമ്മൾ മന്ത്രിയെ കാണാൻ നമ്മൾ ചെല്ലുന്ന മന്ത്രിയുടെ ഓഫീസിലാണ്. മന്ത്രിയാണ്, എക്സോ വയ്യോ അല്ല. മന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ആരായാലും നമ്മൾ ബഹുമാനിക്കും. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. മന്ത്രിയുടെ കസേരയിൽ ഇറങ്ങിപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ബഹുമാന്യനല്ല. ആരെങ്കിലും ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞൊരു മന്ത്രിയുടെ പേരെന്ന് പറയുന്നുണ്ടോ? മന്ത്രിയാണ് ബഹുമാനം, അല്ലാതെ ആ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിക്കല്ല പ്രാധാന്യം. അപ്പോൾ ഈ മനുഷ്യരൊക്കെ ശബരിമല ചെല്ലുക, കൈകെട്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. എന്തിനാ കൈകെട്ടി നോക്കുന്നത്? ഇവരെന്തിനാ പോയി ഈ ഭക്തന്മാരുടെ മുന്നിൽ പൃഷ്ഠം തിരിഞ്ഞ് എന്തിനിവർ നിൽക്കുന്നു? അവരുടെ ഫോട്ടോ വരിക, അവർ ഈ കാര്യങ്ങൾ നടത്തിക്കുന്നു എന്ന് ആളുകളെ ധരിപ്പിക്കുക, അതുവഴി ഹിന്ദു ഭക്തന്മാരുടെ വോട്ട് തട്ടുക, ഇതല്ലാതെ അതിന് വേറൊരു ലക്ഷ്യമില്ല. അത് ഒരു കാര്യം സാർ ശ്രദ്ധിച്ചൊന്നറിയത്തില്ല, ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പം ആ രാഷ്ട്രപതിയുടെ ശ്രദ്ധയപ്പെട്ടിട്ട് അവർ ആ ADC വിളിച്ച് അയാളെ അവിടെ നിന്ന് മാറ്റിക്കുന്നുണ്ടോ? ഞാനത് കണ്ടു. ഏത് ഇങ്ങനെ ഇറവറൻസിൽ ഒരാളവിടെ നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയപ്പെട്ടപ്പോൾ അവർ പതുക്കെ അവിടെ നിന്ന് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അവർക്ക് പോലും സഹിച്ചില്ല. അവർ ഭക്തിയാദരപൂർവ്വം അയ്യപ്പൻ്റെ മുമ്പ് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുമ്പോൾ ഒരുത്തന്നെ ഇങ്ങനെ വടി പിടിച്ചവരെ നിന്ന് അവരവിടെ നിന്ന് മാറ്റിച്ചു. ഇന്ന് സാറേ ഈ ഔചിത്യമൊക്കെ ആർക്കുണ്ടാവേണ്ടതാണ്? ഈ ഔചിത്യം ഒന്നീ പാർട്ടിക്കുണ്ടാവണം, അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കണം. ഇതൊന്നുമില്ലാതെ എവിടെ ആളും പേരും വരുന്നു അവിടെയൊക്കെ കയറിപ്പോകുക എന്നൊരു പ്രവണതയായിട്ടുണ്ട്. എനിക്ക് അധികാരമുണ്ടോ ഇല്ല. സത്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റൂൾ അനുസരിച്ച് ദേവസ്വം മന്ത്രിക്ക് അവിടെ ഒരു അധികാരവുമില്ല. ഒരു ഫയൽ വിളിച്ചു വരുത്താൻ പോലും അധികാരമില്ല. ഒരു ജീവനക്കാരൻ്റെ വരെ നടപടിയെടുത്ത് ഒരു അപ്പീൽ കേട്ട് ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് പറയാൻ ഒരവകാശമില്ല. എൻ്റെ സ്റ്റാറ്റ്യൂട്ട് അതാണ്. ഒരു കാലത്തും രാഷ്ട്രീയക്കാരൻ ഒരു തരത്തിലും ഇതിൻ്റെ ഭരണത്തിൽ ഇടപെടാതിരിക്കാനുള്ള
സർവ മുൻകരുതലോടും കൂടിയാണ് ആ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വരുന്ന കാലം വരെ അപ്പോൾ എന്തിനാണ് അവിടെ പോകുന്നത്? പറഞ്ഞാൽ പോലെ അയ്യോ എനിക്കൊരു കാര്യമില്ല, ഞാൻ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക, പോലീസിൻ്റെ സഹായം ചെയ്ത് കൊടുക്കുക, പിന്നെ റവന്യൂ അതോറിറ്റിയുടെ സഹായം ചെയ്ത് കൊടുക്കുക, ഫെസ്റ്റിവൽ നന്നായിട്ട് നടത്താനുള്ള എന്തെങ്കിലും ആ സഹായം വേണേൽ അതെല്ലാം ഗവൺമെൻറ് ചെയ്യും. അവരെ ഭരിക്കാനാണ് ബോർഡിനെ നിയമിച്ചിരിക്കുന്നത് ഗവൺമെൻറ്. അവർ ഭരിക്കട്ടെ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചു തരാം. ഇത് പറയണോ? അവിടെ സ്വയം പോയി വിഡ്ഢിവേഷം കിട്ടാൻ ആരെങ്കിലും നിർദ്ദേശിച്ചോ? എന്തിനവിടെ പോകും? അല്ല, ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു ഇവരവിടെ പോയി നിൽക്കുന്നത് ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടാനാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ പറയാം. അവിടെ പോയിട്ട് ആ ഡയറ്റിയോട് ബഹുമാനം കാണിക്കാതെ, ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം പോലും നടത്താൻ അനുവദിക്കാതെ, അവരിവൻ്റെ വൃഷ്ടം കണ്ടു തൊടാനല്ലല്ലോ പോകുന്നത്, അയ്യപ്പനെ കണ്ടു തൊടാനല്ലേ പോകുന്നത്. ഈ അവലക്ഷണം കെട്ട ഈ സാധനങ്ങളെ എന്തിന് ഈ അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് പോയി നിൽക്കുന്നു? അവർക്ക് താഴെ ഇരുന്നാൽ പോരെ. എനിക്ക് പുച്ഛമാണ് തോന്നിയത്. 2-3-4 മന്ത്രിമാരോട് എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇയാൾ എന്തിനങ്ങോട്ട് പോയി? ഇയാൾക്ക് തൊഴാൻ പറ്റത്തില്ലെങ്കിൽ താഴെ ഇരുന്നാൽ പോരെ, ഓഫീസിൽ AC റൂമിൽ അവിടെ ഇരുന്നാൽ പോരെ. സാറേ, അത് ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വിഡ്ഢികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരോട് ജനങ്ങൾക്ക് അവജ്ഞയാണ്. അമ്പലത്തിൽ പോയാൽ തൊഴാൻ സൗകര്യമില്ലാത്തവൻ അമ്പലത്തിനകത്ത് പോകരുത്. അമ്പലത്തിൽ പോകുന്നത് ദർശനത്തിനാണ്. അത് ദർശനിക്കുക. ആ ഡയറ്റിയെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്തവൻ സെൻസ് ഉള്ളവനാണെങ്കിൽ, മഹാഭാഗ്യത്തിന് സെൻസ് ഇല്ലാത്തവന്മാർ ഒരുപാട് പേര് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് അതിന് കുഴപ്പമില്ല. സെൻസ് എന്ന സാമാന്യ ബുദ്ധിയാണ്. ഇവർ പോകാൻ പാടില്ല. അല്ല, അതിനോട് നീതി പുലർത്താൻ കഴിയാത്തവർ അവിടെ ഒഴിവാക്കുന്നതല്ലെന്നാണ് എൻ്റെ ഒഴിവാക്കണം. നല്ലതെന്നല്ല, ഒഴിവാക്കണം. അവരുടെ പ്രസൻസ് എന്തിനാണ് അവിടെ? അതാരാണ് സാറ് തീരുമാനിക്കുന്നത്? അത് അവർ തീരുമാനിക്കണം. അവർ തീരുമാനിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? താൻ അവിടെ പോകേണ്ട കാര്യമില്ലടോ എന്ന് പറയാൻ പബ്ലിക്കിന് പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം, അതായത് ഇപ്പോഴേ കേസിൻ്റെ ഒരു പോക്ക് കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു മോഷണ കേസ് മാത്രമല്ല. എൻ്റെ ഒരു റീഡിങ്ങാണ്, വാർത്തകൾ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങേക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്നെക്കാട്ടിൽ അറിയാൻ പറ്റും. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുന്ന് സ്വർണ്ണം മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചത് ഒരു സ്വർണ്ണക്കടയിൽ കൊടുത്തു. അവിടുന്ന് തൊണ്ടി മുതൽ കിട്ടി. അപ്പോൾ സാധാരണഗതിയിലെ പോലീസ് ആക്ട് അനുസരിച്ച് കള്ളനെ പിടിച്ചു, തൊണ്ടി മുതലും കിട്ടി. അപ്പോൾ മോഷണ കേസ് തീർന്നല്ലോ. പക്ഷേ ഇവിടെ മോഷണ കേസല്ല. ഇവിടെ വന്നിരിക്കുന്നത് ഗൂഢാലോചനയാണ്. അതായത് മോഷണം നടത്തുന്നതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ മുരാരി ബാബുവിനോ മാത്രമായി നടത്താൻ പറ്റുന്നൊരു ഒന്നല്ല ദേവസ്വം മാനുവൽ അനുസരിച്ച്. അപ്പോൾ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ അവിടെ വെച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ആ കോമ്പൗണ്ട് വിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതിനുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൃത്യമായ പ്രൊസീജിയർ ഏത് പുസ്തകത്തിൽ എങ്ങനെ എഴുതണമെന്ന് അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പം ഈ ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും 2 മെമ്പർമാർക്കും മാറി നിൽക്കാൻ പറ്റില്ല. കാരണം നിയമം അനുസരിച്ച് തന്നെ അവർ ഇതിന് ബാധ്യസ്ഥരാണ്. ഇഗ്നറൻസ് എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് അല്ല. എനിക്ക് നിയമം അറിയത്തില്ലായിരുന്നു, ദേവസ്വം ബോർഡ് മെമ്പറായിട്ടിരുന്ന് ചാന്തിക്കാരുടെ നിന്ന് കൈക്കൂലിയും വാങ്ങിച്ച് അല്ലെങ്കിൽ വെടിവഴിപാടുകാരൻ്റെ നിന്ന് കൈക്കൂലിയും വാങ്ങിച്ചിരിക്കാം എന്ന് വിചാരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ മന്ത്രിയോ ആയവൻ അത് ഏറ്റെടുത്തെങ്കിൽ നമ്മുടെ കുഴപ്പമില്ലല്ലോ. എന്തായാലും ശരി, ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഗൂഢാലോചന ഞാൻ മനസ്സിലാക്കുന്നത് എൻ വാസുവിൻ്റെ കാലത്ത് തുടങ്ങി PS പ്രശാന്തിൻ്റെ കാലഘട്ടത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. അതിന് മുമ്പുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് മുമ്പ് അഴിമതി ഉണ്ടായിരുന്നു, അല്ലാതെ ഇവരുടെ സമയത്തൊന്നുമല്ല അഴിമതി തുടങ്ങുന്നത്. അഴിമതി വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ചോദിച്ചൊരു കാര്യം, ഈ ഗൂഢാലോചനയിലേക്ക് ഈ കേസ് പോയാൽ ഈ കേസിൽ ആരൊക്കെ പ്രതിയാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അങ്ങ് ജെന്യുവിനായിട്ട് ഉത്തരം പറയുന്ന എൻ്റെ പ്രതീക്ഷ. അല്ല, ഈ ഗൂഢാലോചനയുടെ അറ്റം അവിടെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിലുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഇതിൻ്റെ പരമമായ അധികാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആ പവർ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവാണ്. അപ്പോൾ ഇവർക്ക് ഇത് നെഗ്ലിജൻസ് ആയിട്ടോ ഇവരുടെ ശ്രദ്ധ കുറവായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയെപ്പെടുത്തായിട്ടോ പറയാൻ പറ്റില്ല. കാരണം അതൊരു സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇവരവിടെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അവരൊപ്പിട്ട് കൊടുത്ത ചില കടലാസുകൾ അവിടെയുണ്ട്. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് പിന്തിരിയാൻ പറ്റില്ല. ഈ ദേവാലയ സ്ഥാപനങ്ങളുടെ ഈ മൈനറുകളുടെ ട്രസ്റ്റികളായിട്ടാണ് അവർ ചുമതലയെടുക്കുന്നത്. ഈ മൈനർ ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റികൾ അവരുടെ സ്ഥാപന ജംഗമ സ്വത്തുകൾ അപകടപ്പെടുത്തുകയോ അന്യാധീനപ്പെടുത്തുകയോ ചെയ്താൽ HRA ആക്റ്റിൽ തന്നെ സെക്ഷൻ 32 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആ വകുപ്പിൽ ഇവരോ ഇവരുടെ പിൻഗാമികളോ അതിൻ്റെ പിൻഗാമികളോ ഇതിൻ്റെ കോമ്പൻസേഷൻ അടയ്ക്കേണ്ടി വരും.
കാരണം തിരുവിതാംകൂർ നമ്മൾ പറഞ്ഞു വളരെ വളരെ നന്നായി പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നല്ല ടൈറ്റൻ ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ് ശ്രീമാൻ എൻ ഭാസ്കരൻ നായർ സാർ. അദ്ദേഹം പോലും വീണുപോയൊരവസരമുണ്ട്. നമ്പിനോർക്ക് 70 എന്ന് പറഞ്ഞ് സിനിമയ്ക്ക് എടുക്കാനായിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് നോക്കേണ്ട സാങ്ഷൻ കൊടുത്തു. ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടിക്കുകയോ ഏതൊക്കെ ചെയ്തു. ഒരു കോടതി അദ്ദേഹത്തെ 2 വർഷത്തെ ശിക്ഷിച്ചെന്നേ, ബോർഡ് പ്രസിഡൻറ്റിനെ. അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ സ്ക്രിപ്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുത്താണ്, അതിലിതില്ല. ഹൈക്കോടതി ചെന്ന് ഊരിക്കൊണ്ട് പോരുന്നു. കൊച്ചിൻ ബോർഡിൻ്റെ പ്രസിഡന്റ് സിദ്ധാർത്ഥൻ കാട്ടിനെല്ലാം ശിക്ഷിച്ചിട്ടുണ്ട് കോടതി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഊരിപ്പോരാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇവിടെ സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തെ ഏതൊരു ഹിന്ദുവിനും നിയമപരമായി ഇവരെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാനുള്ള എല്ലാ നിയമങ്ങളും ആക്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ വരെ പലരും തയ്യാറാകാത്തതാണ്. ഇത്തരം വേണ്ടാധീനങ്ങൾ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇവിടെ വന്ന് ചെയ്തിട്ട് പോകാം എന്ന ധാരണ പലർക്കുമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു 10-40 ബോർഡ് കോർപ്പറേഷനുണ്ട്. അവിടെയൊക്കെ ടെന്യൂർ കഴിഞ്ഞാൽ പൊടിയും തട്ടിപ്പോകാം. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമം അതല്ല. അതിൻ്റെ ആഴവും പരപ്പും കാഠിന്യവും അറിയാത്ത ആളുകളാണ് ഈ പറയുന്ന സാറ് പറയുമ്പോഴല്ല, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന അഡ്വൈസുകൾ കർശന സമീപനങ്ങൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിയാസം നടത്തിയ ഒത്തിരി ബോർഡ് പ്രസിഡന്റുമാരെ എനിക്കറിയാം. അവരെ അവിടുന്ന് മാറ്റും. സർപ്ലസ് ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ പാടില്ല, എടുത്തുകൊണ്ട് പോയി കാശ് മേടിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർ ബോർഡുകാരെ എനിക്കറിയാം. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരെ നിഷ്കാസനം ചെയ്യുക. അധികാരം അത്ര കടുത്ത അധികാരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ബോർഡിന് അപ്പീൽ ഗവൺമെൻറ് പോലുമല്ല, കോടതിയാണ്. അതുകൊണ്ട് പലപ്പോഴും ഒരു സാധുവായ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ അവൻ കോടതി പോയാൽ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് അവൻ വഴങ്ങി നടക്കും. കാരണം അവൻ്റെ കുഞ്ഞുകുട്ടി പരാതികൾക്ക് ജീവിക്കാൻ ഇവനെ രാവിക്കൊണ്ട് ഇവന്മാരെ അനുസരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഞാൻ ഒരു കാര്യം സാറ് പറഞ്ഞു, 2019 UV ഗ്രൂപ്പ് 1999 ഈ ഒട്ടിച്ചു ചേർത്ത ഈ സ്വർണം 2019 ചെമ്പായി പോട്ടെ, സ്റ്റാറ്റ്യൂട്ടറി ലംഘനം കൊടുത്തയച്ചത്. 2023 കേരള ഹൈക്കോടതി ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജഡ്ജ്മെൻറ്റ് പറയും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ, മേലിൽ ഇമാതിരി തൊടുപടികൾ ചെയ്യുമ്പോഴും അറ്റകുറ്റപ്പണി ചെയ്യുമ്പോഴും ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചു കൊള്ളണം. കോടതിയുടെ അംഗീകാരം വാങ്ങിച്ചുകൊള്ള ഒരു ഉത്തരവ് കയ്യിരിപ്പുണ്ട് 2023. ആ ഉത്തരവ് ആസനത്തിൽ വെച്ചുകൊണ്ട് 2024 വീണ്ടും അത് എടുത്തു കൊടുക്കാൻ ഓർഡർ ഇറക്കി എന്ന് പറഞ്ഞു. വീണ്ടും 2027 ഇത് ചെമ്പായി. 2024 റിപ്പോർട്ടിൽ 1/11/2024 നിലവിലുള്ള ബോർഡ് ഇറക്കിയ ഉത്തരവിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ ചെമ്പ് പാളികൾ 1991 ഒട്ടിച്ചു ചേർത്ത് വെച്ച പാളി 2018 ചെമ്പായി പോട്ടെ, വലിയൊരു കൂട്ടം ചതിച്ചു ചെമ്പാക്കി. ആ സാധനം കൊണ്ടുപോയി 396 ഗ്രാം സ്വർണം കൊണ്ട് അത് പൂശി തിരിച്ചു കൊണ്ടുവച്ചല്ലോ നിയമരഹിതമായി. 2019. അത് വീണ്ടും 2024 വീണ്ടും ചെമ്പായിട്ട് ഉണ്ണികൃഷ്ണൻ പോയി ഏൽപ്പിക്കാൻ ഓർഡർ ഇട്ടു നിലവിലുള്ള ബോർഡ്. ആ ഓർഡർ സാർ കേട്ടില്ലേ? അങ്ങനെ ഒരു ഓർഡർ നിലവിലുണ്ട്. അതെ, അത് 2024 കോർട്ട് ഓർഡറും പോയി, സ്റ്റാറ്റ്യൂട്ടും പോയി. അപ്പോൾ ഈ ശബരിമലയിലെ ദ്വാരപാലകർ സ്ഥിരമായി സ്വർണം തിന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്വർണം ഒട്ടിച്ചാലും അത് ചെമ്പാവും. അതൊരത്ഭുതമല്ലേ? ഇതെങ്ങനെയാണ് സംഭവം? അതിനെന്താണ് നടപടി എടുക്കേണ്ടത്? അതാണ് ഇവരെല്ലാം പ്രതികളാവുമെന്ന് പറയുന്നത്. ഈ ബോർഡും അതേ കുറ്റം ആവർത്തിച്ചിട്ടുണ്ട്, വീണ്ടും ചെമ്പായിട്ടുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി, കോടതി ഉത്തരവിന് വിരുദ്ധമായി എടുത്തു കൊടുത്തിരിക്കുക. എന്നിട്ട് ഇതിനെതിരെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചലിച്ചാൽ അവനെ സ്ഥലം മാറ്റുകയോ സസ്പെൻഡ് ചെയ്യുകയോ എന്തും ചെയ്യാനുള്ള പരമാധികാരം ഇരിക്കുക. അതുകൊണ്ട് ഒരൊറ്റ ഉദ്യോഗസ്ഥനും കുടുംബമായി ജീവിക്കുന്ന ഒരൊറ്റ ഉദ്യോഗസ്ഥനും ബലിയാടാവാൻ പോകും. എന്തിനും എനിക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും, ഏതെങ്കിലും വേണം തോട്ടിക്കിട്ട് പോട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ രാജ്യത്തെ ഇതിനെ നിയന്ത്രിക്കാൻ രാജ്യത്തെ ഹിന്ദുക്കളല്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ സർവീസ് സംഘടനകൾ വേണം. ആ സർവീസ് സംഘടനകൾ
ഇപ്പോൾ ഫ്രാക്ഷനും മറ്റേതുമായിട്ട് ഇവരെ പിന്തുണച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഏക ശക്തി ഈ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്ന ഹിന്ദുക്കൾ സംഘടിക്കുകയും ശക്തമായി എതിർക്കുകയും നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവരെ തുറുങ്കിലടയ്ക്കുകയും ചെയ്യാനുള്ള സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ അനുസ്യൂതം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ എന്തായാലും ശരി, ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മോഷണം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരു കേസായി, ഈ കേസിൽ ഞാൻ കാണുന്ന ഒരു മെറിറ്റ് എനിക്കൊരു പ്രതീക്ഷയുള്ളത്, കാരണം നമ്മുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചും പോലീസ് അന്വേഷണമൊക്കെ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്കും വിശ്വാസത്തിനുമൊക്കെ അപ്പുറം ഇതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിൽ ഈ കേസിൽ ഞാൻ കാണുന്നൊരു പ്രത്യേകത, ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ, സത്യസന്ധത മാത്രം പോരാ, ധീരതയും വേണം. ശുപാർശ ചെയ്യുന്നതിനോടെ നോ എന്ന് പറയാൻ ധീരതയും വേണമല്ലോ. സത്യസന്ധതയും ധീരതയും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അതുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇത് അന്വേഷിക്കുന്നതെന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കേസ് അന്വേഷണം കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ദിശ, ഈ അന്വേഷണത്തെ ഇപ്പം ഞാൻ കാണുന്ന ഇത്തരത്തിലാണ്, കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നല്ല ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്ന ഒരു കേസ്. അതുകൊണ്ട് ഈ കുറ്റവാളികളായ ഇവരെല്ലാം കോടതിയുടെ മുന്നിൽ ഹാജരാകും. പിന്നെ പറഞ്ഞ പോലെ തുറുങ്കിൽ അടയ്ക്കപ്പെടുമെന്ന് ചോദിച്ചാൽ ഇന്ന് ഇവിടുത്തെ സംവിധാനം അനുസരിച്ച് 1000 കൊല്ലം കഴിഞ്ഞാലും വിധി വരാത്ത കേസുകൾ പലതും ഉണ്ടല്ലോ. സുപ്രീം കോടതി കെട്ടിക്കിടക്കുന്ന കേസുകൾ പലതും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ശരി, കുറ്റവാളികൾ ആരാണെന്ന് പബ്ലിക്കിനെങ്കിലും അറിയാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവിടെ ഇരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഈ കേസിൻ്റെ ഗതിയെ, അതായത് ഈ ഒരു ചുറ്റുപാടിൽ ഈ കേസിൻ്റെ ഗതിയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് എൻ്റെ ഒരു നിഗമനം, നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് ശരിയായി പോകുന്നുവെങ്കിൽ ലോസ്, ഈ അയ്യപ്പനുണ്ടായ ലോസ് ബന്ധപ്പെട്ടവരെന്ന് ഈടാക്കുകയും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യപ്പെടും. അത് വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അയ്യപ്പനുണ്ടായ ലോസ് എന്ന് പറയുമ്പോഴേ ഇവിടുത്തെ കുറച്ച് സ്വർണത്തിൻ്റെ കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ? അത് ഞാൻ പറയാം. കാലാകാലങ്ങളിൽ ഇത് 1949 മുതലുള്ള ലോസ്, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏതാണ്ട് 1 ലക്ഷത്തോളം ഏക്കർ ലാൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ലോസൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ രാജ്യത്ത് ഇത് ഉപയോഗിക്കുന്ന ഹിന്ദുക്കൾ തയ്യാറാവണമെന്നേ. എത്ര ഹിന്ദു തയ്യാറാകും? ഞാൻ പറയും, ക്ഷേത്ര അനുബന്ധിയായി എത്ര സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്, എത്ര ആളുകൾ ഇത് സംബന്ധിച്ച് ഒരുപാട് ടൈറ്റിലുള്ള ഒരുപാട് സംഘടനകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷേത്ര സംരക്ഷണം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ബട്ട് അവരുടെ സംരക്ഷണം ഇത്ര മാത്രമാണ്. അപ്പോൾ അത്ര ബദ്ധകങ്കണരായി ഇതിനെ നഖശികാന്തം എതിർക്കുകയും എല്ലാ നിയമവശങ്ങളും തേടിക്കൊണ്ട് ഇതിനെ ആക്രമിക്കുകയും അല്ലെങ്കിൽ കവനൻറ്റിലൊരു പ്രൊവിഷനുണ്ട്. ആ കവനൻറ്റിൻ്റെ ഏറ്റവും അടിയിൽ അന്ന് 2 രാജാക്കന്മാരും, തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചിയും, 2 പേരും രാമവർമ്മ എന്ന പേരുള്ള മഹാരാജാക്കന്മാർ. ഒരാൾ 49 മെയ് മാസം 27-ാം തീയതിയും കൊച്ചി രാജാവ് 29-ാം തീയതി ഒപ്പിട്ടു ഈ കവനൻ. ആ കവനൻറ്റിലൊരു സർട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി, ദീസ് കവനൻ entered into by the concurrence and guarantee of Government of India, I വാപ്പാൽ പങ്കുണ്ണി മേനോൻ സർട്ടിഫൈഡ് സോ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ എല്ലാ ആംബിൾ ചാൻസസ് ഇവിടെയുണ്ട്. ഇതൊരു പൗരാണിക പ്രാധാന്യമുള്ള കാരണം 214 കൊല്ലത്തെ ഭരണചരിത്രവും, പക്ഷേ ഉണ്ടായ ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8-ാം നൂറ്റാണ്ട് മുതലുള്ള ക്ഷേത്രങ്ങൾ, നമ്മൾ ഇന്ന് കാണുന്ന ഈ ആധുനിക ക്ഷേത്രങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടത് 8-ാം നൂറ്റാണ്ടോട്, ആര്യാഗമനത്തോട്, ശങ്കരാചാര്യരുടെ കാലം മുതലെയാണ് ഈ പ്രതിഷ്ഠ. ഈ നമ്മൾ കാണുന്ന ഇന്നത്തെ രീതിയിലുള്ള പാർവതി, പരമശിവൻ, ത്രിമൂർത്തികൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവസങ്കല്പങ്ങളും പ്രതിഷ്ഠകളും ക്ഷേത്രസ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായത് 8-ാം നൂറ്റാണ്ടോട് പ്രചാരമായി. അതിനു മുമ്പ് ദ്രാവിഡ ദൈവങ്ങളും, മാരണം, മാട്ട്, അതുപോലെ തന്നെ ഈ സൂര്യചന്ദ്രന്മാർ, അതുപോലെ പാമ്പ്, സർപ്പങ്ങൾ, ഇവരെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു ദ്രാവിഡ ജനതയുണ്ട്, പ്രിമിറ്റീവ് ഡ്രാവിഡിയൻസ്, ആദി ദ്രാവിഡന്മാർ. അപ്പോൾ ഈ സങ്കരത്തിലൂടെ 8-ാം നൂറ്റാണ്ട്, ഇന്ന് എത്ര 20-ാം നൂറ്റാണ്ടിലാണ്. ഇത്ര നൂറ്റാണ്ട് പാരമ്പര്യമുള്ള സംസ്കൃതിയുടെ അടിസ്ഥാന സങ്കേതങ്ങളായി ഇത് സൂക്ഷിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ബാധ്യതയില്ലേ? പുരാവസ്തു വകുപ്പിന് ബാധ്യതയില്ലേ?
ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുരാവസ്തു ബാധ്യതയുണ്ട്. ഇത് ഏറ്റെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അവർക്ക് ഈ കവനൻറ്റിലെ പ്രൊവിഷൻ അനുസരിച്ച് തന്നെ ഇതിൽ കയറാം. കാരണം ഈ ക്ഷേത്ര സ്ഥാപനങ്ങളെ എക്കാലത്തേക്കും സുരക്ഷിതമായി സംരക്ഷിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അന്ന് VP മേനോൻ ഒപ്പിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഈ ദേവസ്വം ബോർഡുകളെല്ലാം പിരിച്ചുവിടണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊള്ളയടിക്കാൻ ഇവിടെ ഒരു ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ അവിടെ ഇടണം, മലബാറിലാണെങ്കിൽ ഒരുത്തിനെ അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി തിരുവാഭരണത്തിന് കൊടുത്താണ്, അവൻ്റെ ഭാര്യയ്ക്ക് തിരുവാഭരണം ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു കൊള്ള ഇതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ ആലിബാബായും 40 കള്ളന്മാരും കൂടെ മോട്ടിച്ചതിനേക്കാൾ കൂടുതൽ ആലിബാബായും 3 കള്ളന്മാരും 2 കള്ളന്മാരും കൂടെ മോട്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള സ്ഥിതിയിലല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന ആദ്യം വന്നത് ഇതെല്ലാം പിരിച്ചു വിട്ടിട്ട് IAS കൊടുക്കണമെന്ന്. എൻ്റെ അനുഭവത്തിൽ VV വിജയൻ IAS ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് R നാരായണൻ സീനിയർ റവന്യൂ സെക്രട്ടറി ബോർഡ് ഭരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സാക്ഷാൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന CP നായർ ബോർഡ് ഭരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അയ്യപ്പൻ നായർ IAS ബോർഡ് ഭരിച്ചിട്ടുണ്ട്. ഇത് ഗുണം പിടിച്ചിട്ടില്ല. ഇനി ഇതിനകത്ത് വേറൊരു പ്രൊവിഷനുണ്ട്. ഈ ബോർഡ് ഇല്ലാത്ത ഘട്ടങ്ങളിൽ, അത് സുധാകരൻ മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് ആക്ടിൽ അമെൻമെൻറ്റ് ചെയ്തിട്ട് ബോർഡ് ഇല്ലാത്ത ഘട്ടങ്ങളിൽ ഗവൺമെൻറ് ഒരു സെക്രട്ടറിയെ ബോർഡിൻ്റെ ചാർജിൽ നിയോഗിക്കാം. അങ്ങനെ ഒരു സെക്രട്ടറി വന്ന കാലമുണ്ട്. അന്നും ഇതിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും സമഗ്രമായി ഒരു സർക്കാരിന് തുല്യമായ സമഗ്രമായ ഒരു ഭരണസമിതിയുടെ കീഴിലേക്ക് മാറ്റുകയോ ഇത് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിൽ വരികയും ചെയ്യും. രാഷ്ട്രീയ ബോർഡുകൾ ഇല്ലാതാവും. രാഷ്ട്രീയ ബോർഡുകൾ ഇല്ലാതായാൽ, കാരണം നമ്മുടെ മുമ്പിൽ അതാണ് കഴിഞ്ഞ ആദ്യകാലം 1950 മുതൽ ഏതാണ്ടൊരു 15 വർഷക്കാലം ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടാവും, പക്ഷേ രാഷ്ട്രീയക്കാരല്ലാത്തവർ നല്ല ഭംഗിയായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു സ്ഥാപനമാണിത്. ഇപ്പം മന്നത്ത് പത്മനാഭനായാലും PGN ഉണ്ണത്തനായാലും മക്കപ്പുഴ വാസുദേവനായാലും മങ്കുഴി മാധവനായാലും അങ്ങനെയുള്ള B പരമുവായാലും B മാധവൻ നായർ, നല്ല ബോർഡുകൾ വന്ന് നല്ല ഭംഗിയായിട്ട് ഈ സ്ഥാപനം കൊണ്ടുകൊണ്ടിരുന്ന അടുത്ത ഒരു 5 വർഷക്കാലം ഇതിന് നല്ല അഡ്മിനിസ്ട്രേഷൻ വന്നാൽ ഈ നിലവിലുള്ള ചട്ടങ്ങൾ പാലിച്ചു കൊടുത്താൽ ഇതൊരു നല്ല ശുദ്ധമായ സ്ഥാപനമാവും. ഒരു തർക്കവും വേണ്ട. അത്ര കണ്ട് ഇതിൻ്റെ അടിസ്ഥാന ശില ഉറച്ചതാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കാണിക്കയിടുക മാത്രമല്ല ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വം. അവരെ കാണിക്കയിട്ട് ഭക്തിപൂർവ്വം തൊഴുന്ന ഡയറ്റിയെ സംരക്ഷിക്കുന്ന സംവിധാനം ആ അമ്പലങ്ങളിലുണ്ടോ? അവിടെ അമ്പലങ്ങളിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നവൻ ആരാണ്? മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവൻ ആരാണ്? അവനെതിരെ നിതാന്തമായ ജാഗ്രത പുലർത്താനും അവരുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ ഉണർന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ എന്നാണ് അങ്ങേപ്പടെ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്തായാലും ശരി, കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കള്ളന്മാരിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊച്ചി ദേവസ്വം ബോർഡിനും മലബാർ ദേവസ്വം ബോർഡിനും മോചനം കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കല്ലാതെ നമുക്ക് മാർഗ്ഗമില്ല. അതിനായിട്ട് പ്രതീക്ഷിക്കാം. അങ്ങ് ഇവിടെ വന്ന് ജനഭൂമിക്കൊരു അഭിമുഖം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.